Harihi Om. Shri Gurubhyo Namaha. These shlokas are recorded by separating the stanza word by word for easy learning. Please share your feedback in the comment. Kindly subscribe and share to others. Om Namo Bhagavate Vasudevaya. Om Namo Narayanaaya. ദശകം 92 ഭക്തിയും കർമ്മവും ചേർന്ന മാർഗം. ദശകം 92 ഭഗവാന്റെ മനോഹരമായ രൂപവും ഗോപികമാരുടെ ദൈവസംഗമത്തിനുള്ള ആഴത്തിലുള്ള ആഗ്രഹവും വിവരിക്കുന്നു. അത്യന്തം ഭക്തിപൂർണവും ആത്മീയ സമ്പന്നവുമായ ഭാഗമാണ്. നാരായണീയം എന്ന മഹാകാവ്യത്തിലെ ഈ ദശകം ഗോപികമാരുടെ പക്വമായ ഭക്തിയും അവരുടെ പൂർണ്ണ സമർപ്പണവും ശ്രീകൃഷ്ണനോടുള്ള ഏകാഗ്ര സ്നേഹവും അവതരിപ്പിക്കുന്നു. ഭക്തി പക്വമായാൽ അഹങ്കാരമില്ലാതെ സ്നേഹത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ മോക്ഷത്തിലേക്കുള്ള നേരിട്ടുള്ള മാർഗമാകുന്നു എന്ന ആത്മീയ സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പ്രധാന ആത്മീയ ബോധം: കർമ്മത്തിലൂടെ ഭക്തി. ഗോപികമാർ കൃഷ്ണനോട് ചെയ്ത സേവനങ്ങൾ, അതായത് പൂക്കൾ സമർപ്പിക്കൽ, ചന്ദനം പുരട്ടൽ, പാട്ടുപാടൽ, നൃത്തം, പാട്ടടിക്കൽ, പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ പ്രവൃത്തികളായി തോന്നാം. പക്ഷേ അവ ഭക്തിപൂർണമായ കർമ്മങ്ങളായിരുന്നു. അവർ ഫലപ്രതീക്ഷയില്ലാതെ അഹങ്കാരമില്ലാതെ പ്രവർത്തിച്ചു. ഇതാണ് കർമ്മയോഗം ഭക്തിയോഗമായി മാറുന്ന സ്ഥിതി. കൃഷ്ണൻ തന്നെ അവരുടെ പ്രവർത്തികളെ പരമോന്നത ഭക്തിയായി അംഗീകരിച്ചു. അത് തപസ്സിനും ജ്ഞാനത്തിനും തുല്യമായി. ശ്രീനാരായണ ഭട്ടതിരി സൂചിപ്പിക്കുന്നത്, വേദജ്ഞാനം, ദർശനാനുഷ്ഠാനങ്ങൾ, വലിയ യാഗങ്ങൾ ഇല്ലെങ്കിലും ഹൃദയപൂർവം ചെയ്യുന്ന ഭക്തികർമ്മങ്ങൾ തന്നെ പരമപ്രധാനമാണ് എന്നതാണ്. ദശകം 92 നൽകുന്ന സന്ദേശം: ഭക്തിയില്ലാത്ത കർമ്മം ബന്ധനമാണ്. കർമ്മമില്ലാത്ത ഭക്തി പ്രകടമാകാതെ പോകും. ഭക്തിയോടെ ചെയ്യുന്ന കർമ്മം ഗോപികമാരുടെ സേവനങ്ങൾ പോലെ പരമാത്മ സംഗമത്തിലേക്കുള്ള നേരിട്ടുള്ള മാർഗമാണ്. ഇവിടെ ഭക്തിയും കർമ്മവും വേർപിരിയുന്നില്ല. ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഭഗവാന്റെ പാദപൂജയായി മാറുന്നു. ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഗോപികമാർ സാധാരണ ഗ്രാമ സ്ത്രീകളായിരുന്നു. അവർ ചെയ്ത സേവനങ്ങൾ: പൂക്കൾ സമർപ്പിക്കൽ, കൃഷ്ണന്റെ പാദങ്ങൾ തിരുമ്മൽ, ഭജനകൾ പാടൽ, അലങ്കാരങ്ങൾ അണിയിക്കൽ, സന്തോഷത്തോടെ നൃത്തം ചെയ്യൽ. ഇവ സാധാരണ പ്രവൃത്തികൾ ആയിരുന്നെങ്കിലും അവർ ചെയ്തത് അഹങ്കാരമില്ലാതെ സ്നേഹപൂർവമായ ഭക്തിയായതിനാൽ കൃഷ്ണൻ അവയെ പരമോന്നത പൂജയായി സ്വീകരിച്ചു. ഭക്തിയാൽ പരിവർത്തിതമായ കർമ്മം. ഒരു ഗ്രാമത്തിലെ സ്ത്രീയെ ചിന്തിക്കൂ. അവൾക്ക് സംസ്കൃതജ്ഞാനമില്ല, വേദപഠനമില്ല. എന്നാൽ അവൾ ഓരോ രാവിലെയും ക്ഷേത്രത്തിലെ നിലം അടിച്ചുവാരുന്നു, ദേവനെ പൂക്കളാൽ അലങ്കരിക്കുന്നു, ലളിതമായൊരു ഭജന പാടുന്നു, ദീപം തെളിയിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവ ചെറിയ പ്രവൃത്തികളാണ്. പക്ഷെ അവൾക്ക് ഓരോ പ്രവൃത്തിയും സ്വന്തം കൃഷ്ണനോടുള്ള സേവനമാണ്. ഭയത്താലോ പ്രദർശനത്തിനാലോ അല്ല, സ്നേഹത്താൽ ആണ്. ഇതാണ് ഗോപികമാരുടെ ഭക്തി. ചെറിയ പ്രവൃത്തികൾ പോലും ഭക്തിയാൽ നിറഞ്ഞാൽ അതുല്യ ശക്തിയുള്ളവയാകും. സന്ദേശം: പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയ പ്രയച്ഛതി തദഹം അത്യുപഹൃതം അശ്നാമി പ്രയതാത്മന. അർത്ഥം: ഒരു ഭക്തൻ സ്നേഹത്തോടെ ഒരു ഇല, ഒരു പൂവ്, ഒരു ഫലം, ഒരു തുള്ളി വെള്ളം പോലും സമർപ്പിച്ചാലും ഞാനത് സ്വീകരിക്കുന്നു. ബോധം: നാരായണീയം. ഭട്ടതിരി നമ്മെ പഠിപ്പിക്കുന്നത്, ലോകം ത്യജിക്കേണ്ടതില്ല, വേദങ്ങൾ പൂർണ്ണമായി പഠിക്കേണ്ടതില്ല, ദീർഘവ്രതങ്ങൾ നിർവഹിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ഹൃദയപൂർവ്വം ഭഗവാനോട് സമർപ്പിച്ചാൽ മതിയാകും. വീട്ടുപണികൾ ക്ഷേത്രാനുഷ്ഠാനങ്ങളാകുന്നു, ദിനചര്യ ദൈവസേവനമാകുന്നു, ഭക്തന്റെ ഹൃദയം തന്നെ ക്ഷേത്രമാകുന്നു. 92 സാരം: ഹൃദയം സ്നേഹത്തിൽ മുഴുകിയാൽ ഏറ്റവും ചെറിയ പ്രവൃത്തിയും
യജ്ഞമായി അഥവാ ത്യാഗമായി മാറുന്നു. ഗോപികമാർ ഭഗവാനെ പ്രാപിച്ചത് ജ്ഞാനത്തിലൂടെയോ കഠിന തപസ്സുകളിലൂടെയോ അല്ല, പക്ഷേ ലളിതമായ സ്നേഹപൂർണമായ സേവനത്തിലൂടെയാണ്. ഇതാണ് ഭഗവാൻ തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രഹസ്യമാർഗം, പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്ന ഭക്തി.